ഗൈസ് ഇഡ്ഡലിയും വെള്ളച്ചട്നിയും പൊളി. ഗൈസ് വെരി ഡേഞ്ചറസ് കർവ്. ഗൈസ് ഇതാ ഏർക്കാട് ടൗൺ എത്തി. അപ്പുറത്തൊന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ മോനെ. ഗൈസ് ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്ഥലം മൊത്തം ഗൈസ് ജസ്റ്റ് ടെൻറ്റിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്തോളെ ഗൈസ്. എണീറ്റു. രാവിലെ സമയം 7:15. നല്ല ഫോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോഗായിരുന്നു. ഒരു 7 മണി ആയപ്പോഴാണ് ഒന്ന് ഡൗൺ ആകാൻ തുടങ്ങിയത്. ഇവിടെ റൂമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വന്നു. ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ടെൻ്റ് അടിച്ച ആ ബസ്സിൻ്റെ വണ്ടി കണ്ടോ, അവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടോ. ഇതാണ് ഓണർ കേട്ടോ, ഇതാണ് മുതലാളി. നല്ല കിടില മനുഷ്യൻ കേട്ടോ, അടിപൊളി മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അറിയാത്തത് സെറ്റാണ്. ഇതേപോലത്തെ എല്ലാവരും പമ്പിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഗായ്സ് ഇതാ ടെൻ്റ് അടിച്ച സ്ഥലം കണ്ടോ. ഇതാണ് ടെൻ്റ് അടിച്ച സ്ഥലം. ടെൻറ്റിന് മുകളിൽ ഫുള്ള് വെള്ളമാണ്. കണ്ടോ, ഫുള്ള് വെള്ളമാണ്. പക്ഷേ ഇനി ടെൻ്റൊക്കെ മടക്കി വെക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കിൽ ലോഡാക്കണം. അതിന് മുമ്പ് വണ്ടി ഒന്ന് ഫുൾ ടാങ്ക് ആക്കണം. വണ്ടിയിൽ എണ്ണ ഇന്നലത്തെ പെടൽ ക്യാനിൽ എണ്ണയുണ്ട്, എന്നാലും വണ്ടിയിൽ എണ്ണ ഇന്നലെ മൊത്തം നമ്മൾ അങ്ങനത്തെ എടുത്തു വന്നിട്ട് ഓടിച്ചു ചെയ്തു. കാരണം സത്യമംഗലം ഫോറസ്റ്റ് കവർ ചെയ്യാൻ തന്നെ നല്ല പെടൽ വെട്ട്. ഗൈസ് നമ്മൾ പോകാൻ റെഡിയായി. ലഗേജൊക്കെ കെട്ടി സെറ്റാക്കി. വെള്ളം, ബാഗ് ഇതൊക്കെ വെച്ച് ടെൻ്റൊക്കെ വെച്ച്. ഇത് റെയിൻകോട്ടാണ്. നമ്മളിനി പോകുന്ന ഭാഗത്തേക്ക് ഏർക്കാടാണ്, തമിഴ്നാട്. ഈ ചിറ്റിപ്പാളിയം വഴി സേലം പോയിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോവാണ് നമ്മൾ. എന്നാ പോയിട്ട് വേറെ ഓക്കെ. ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ റോഡാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് പിങ്ക് ബസ്. പിങ്ക് ബസ് എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാട്ടിലെ ലേഡീസിനൊക്കെ യാത്ര ചെയ്യാൻ ഫ്രീ ആണ്, നോ പൈസ. ട്യൂസ്ഡേ മാർക്കറ്റാണ്. എന്താണ് കണ്ടോ, അതുകൊണ്ട് ഇതൊക്കെ കാണുന്നത്. വെജിറ്റബിൾ, ഡ്രസ്സ്, ഫ്രൂട്ട്സ്, പിന്നെ ആടൊക്കെ അവിടെ വെക്കുന്നുണ്ടായിരുന്നു. ആട്, അപ്പോൾ ആട് കോയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് സെറ്റായിക്കൊണ്ട് വെക്കുന്നില്ല. ട്യൂസ്ഡേ മാർക്കറ്റ് വൈകുന്നേരമാണ് ഇത് ഓപ്പൺ ആവുക. വൈകുന്നേരം 3 മണി അങ്ങനെ ആവാണ്. കണ്ടോ മാർക്കറ്റ്, വലിയ മാർക്കറ്റ്. ഇങ്ങനെ പോവാണ്. ഇനിയും കുറച്ചുണ്ട്, 3 മണിക്കൂറുണ്ട്. ഏകദേശം 145 കിലോമീറ്റർ. ചെറിയ കനാല് പോലത്തെ സെറ്റപ്പ് കണ്ടോ. ഇത് ഡാമാണ് കേട്ടോ, ഡാമാണ് കൊടിവേരി ഡാം. ഇതാണ് ഗോപി ചിറ്റിപ്പാളയം. നമ്മുടെ ഈ ഗോപി ചിറ്റിപ്പാളയത്തൊക്കെ എത്തുന്നതിൻ്റെ ഒരു 3-4 കിലോമീറ്റർ മുമ്പേ ടൗണൊക്കെ അത്യാവശ്യം നല്ല ടൗണായിരുന്നു. ഇങ്ങോട്ട് ഗോപി ചുറ്റിപ്പാണ് ഇങ്ങനത്തെ വലിയ വലിയ ഷോപ്പൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഹോട്ടൽ നോക്കുവാണ്. നല്ലൊരു ഹോട്ടൽ കിട്ടുവാണെങ്കിൽ ഫുഡ് കഴിക്കണം. അവിടെ കയറി നോക്കാം. പക്ഷെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോവാണ്. വലിയ ഹോട്ടലാട്ടോ. ഗൈസ് നമ്മൾ പറഞ്ഞത് 2 ദോശ, 2 ഇഡ്ഡലി, ചട്നി, വെള്ള ചട്നി, വെജ് കുർമ. ഗൈസ് ഇഡ്ഡലിയും വെള്ളച്ചട്നിയും പൊളി. ഇഡ്ഡലിയും കുറുമയും പൊളിയാണ്. തക്കാളി ചട്നി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ദോശയും വന്നു. കുറുമയിൽ കോളിഫ്ലവർ ചൂട്. ഗൈസ് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല കറിയാണ്. റേറ്റും 65 റുപ്യ ആയിട്ടും. അവർ 2 ദോശ 2 ഇഡ്ഡലി കഴിച്ചിട്ട്. പിന്നെ നല്ല സർവീസാണ്, മെയിൻ പറയുന്നത് നല്ല സർവീസാണ്. ഗൈസ് ഫുൾ ഹൈവേ ആണ്. ഏകദേശം 10-20 കിലോമീറ്റർ ഹൈവേ തന്നെ ഓടിച്ചു വന്ന്. ഇനിയും 83 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറും 50 മിനിറ്റും. ഗൈസ് നല്ല രീതിയിൽ ഉറക്കം വന്നുകൊണ്ട് വണ്ടി സൈഡാക്കിയതാ. മരത്തിൻ്റെ സൈഡിൽ വണ്ടി സൈഡാക്കി നമ്മളിതാ ഈ ഒരു സൈഡിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. സേലം ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 50-something കിലോമീറ്ററും കൂടി ഉണ്ട്. നല്ല രീതിയിൽ ഉറക്കം വന്ന്. അപ്പോൾ നല്ല ഇവിടെ സൈഡാക്കി ഇനി നല്ല വീഡിയോ ഒക്കെ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല പോകണം. ഗൈസ് റെസ്റ്റ് എടുത്ത് മതിയായി. അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത്
നല്ല ചോദിച്ചാൽ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഫുള്ള് സമയം പോയി. ഇപ്പോൾ ഏകദേശം 12 മണി സംതിങ് ആയി. ഗൈസ് ഇവിടുന്ന് സേലം ഏകദേശം 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ കിടിലം മല, ഏകദേശം 14 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഏർക്കാടിലേക്ക് ഇവിടുന്ന് ഏകദേശം ടോട്ടൽ 47 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് നമ്മൾ സേലം കഴിഞ്ഞിട്ടില്ല, സേലത്തെ ഭാഗമാണിത്. സേലത്തിൻ്റെ ആ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് ഇറങ്ങി ഇനി കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൈറ്റ് എടുക്കണം. അതുകൊണ്ടോ ഏർക്കാട് 23 കിലോമീറ്റർ. അപ്പോൾ ഇത് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളെന്തിനാണ് തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മങ്കൂൾ ഷോപ്പ് കണ്ട പോലെ. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല വയറ് ജില്ലായിട്ട് നിന്നോളും. കമ്മങ്കൂൾ എവിടോ ഒന്ന് കൊടുക്ക. ഏർക്കാട് ഇല്ല, പോണു. ഏർക്കാട്, കൊള്ളി ഹിൽസ്, ധനുഷ്കോടി പോണു. കേരള, കണ്ണൂർ. ഗായ്സ് നമ്മൾ കമ്മങ്കൂള് കുടിച്ച് കഴിഞ്ഞ് പോവാണ്. ഇനി അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൈറ്റ് എടുക്കണം. കമ്മങ്കൂള് കുടിച്ചപ്പോൾ തന്നെ ഏകദേശം സെറ്റായി. ഇത് ഏർക്കാട് 23 കിലോമീറ്റർ. ഗായ്സ് ഏർക്കാട് മോള് കാണുന്നുണ്ട്, ഫുള്ള് ഹിൽസായിട്ട്. അവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പൊതുവേ എപ്പം മഴയാണ് അങ്ങോട്ടേക്ക്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മേപ്പ് കണ്ടോ, കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എയർപിൻ അങ്ങനെയൊക്കെ കിട്ടിയതുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എയർപിൻ ഇതുണ്ടോ. കയറി ഇതാ ഇതൊക്കെ കണ്ടോ റൂട്ട്. ഇത് ഏർക്കാടാണ്. അപ്പോൾ ഇതിങ്ങനെ കയറിപ്പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തണം. നമ്മൾ ഈ പമ്പിന്ന് പോവാണ്. പെട്രോളും അങ്ങനെയൊക്കെ അടിച്ച് ടോയ്ലറ്റിലും പോയി. ഗൈസ് നമ്മൾ ഒന്നാമത്തെ എയർപിൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ടോട്ടൽ 20 എയർപിൻ ഉണ്ട്. ഓക്കെ, തിരിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എங்கே போகிறீங்க? கர்நாடகாவா? எங்கே ஓல் இந்தியாவா? 90 ஸ்டேட்ஸ் கம்ப்ளீட் ஆயிடுச்சா? இனி போகிறது தமிழ்நாடு மொத்தமாக ஆல்ரெடி 20 டேஸ் கம்ப்ளீட் ஆச்சு. கம்ப்ளீட் ஆயிடுச்சா? ஒரு 10 டேஸ் இருக்குது. கங்க்ராட்ஸ். எங்க കേരള കണ്ണൂർ. ഞാൻ ധനുഷ്കോടി പോகிறேன். ഏർക്കാട്, തഞ്ചാവൂർ, രാമേശ്വരം, എന്താ പറയുക, ഫുള്ള് കാണുന്നുണ്ടോ. ഫാൻ ഓക്കെ. ഓ കുക്കിംഗ്, ലൈവ് കുക്കിംഗ് സംടൈം. ഓക്കെ. ഗൈസ് പിന്നെയും ആ ഓൾ ഇന്ത്യ റൈഡറിനെ കണ്ടു. ഇങ്ങനെ സംസാരിച്ചു കുറേ. പെട്രോളൊന്നും ഒരു കയറി ചെയ്യില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. 2 lakh+ കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ ഏകദേശം 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഫുള്ള് സീന് എയർപിന്നാട്ടോ. ഇതുണ്ടോ, ഓക്കെ, ഫുള്ള് കരൂർ റൂട്ട് കണ്ടോ. ഗൈസ് വെരി ഡേഞ്ചറസ് കർവ്. ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടാണ് മുകളിൽ. പിന്നെ അതേപോലെ തന്നെ തണുപ്പ്, നല്ല രീതിയിൽ തണുപ്പ് വന്ന് തുടങ്ങി. ഈ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് അത്രക്ക് എഫക്റ്റ് ഇല്ലാത്തത്. നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഫുള്ള് അവിടെയൊക്കെ കോട ഏതാണ്ടോ, ഫുള്ള് കോടയാണ്. ഗായ്സ് ഏർക്കാട് ടൗൺ എത്തി. ഇവിടെ ഊട്ടി ചോക്ലേറ്റ് ഒക്കെ പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇതാണ് ഏർക്കാട് ലേക്കാണ്. ഏർക്കാട് ലേക്ക് പഗോഡ വ്യൂ പോയിന്റ് 3.5 കിലോമീറ്റർ. നമുക്ക് അവിടെ പോകണ്ട. ഗായ്സ് കൈയൊക്കെ വിറക്കാൻ തുടങ്ങി, നല്ല തണുപ്പാണ്. അതായത് പഗോഡ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വർത്തമാനം പോലും പറയാൻ വേണ്ടിയില്ല. ഫുള്ള് മഞ്ഞായി കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞായി.
അപ്പുറത്തൊന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ മോനെ, എന്താടോ സെറ്റപ്പ് ഇത് ഗൈസ്. വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തു. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇത് ആ ബ്രോനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ നോക്കിയേ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് പഗോഡ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏർക്കാടിലെ അത്യാവശ്യം അടിപൊളി സ്പോട്ടാണ്. ഏർക്കാടിൽ അത്യാവശ്യം ഇത് ഫേമസ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ തായില ലേക്കും. ഇത് 2-3 ഫേമസ്. അതിൽ നമ്മൾ ഈ സ്ഥലത്തെത്തി. അത്യാവശ്യം കിഡിലെ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ. ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത് ഗൈസ് ഇവിടെയാണ്. അത് എവിടെയാണ് നമ്മൾ ജസ്റ്റ് സ്ഥലം നോക്കട്ടെ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് പോയിൻറ്റ് ഒന്നുമില്ല. അവിടെ പോയി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒന്നുകിൽ ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്തിട്ട് അങ്ങനെ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ ചെയ്യാമെന്നറിയില്ല. നമ്മൾ പോയിട്ട് അവിടെ നിന്ന് മോമോസും കാര്യങ്ങളും കഴിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറി. ഫുള്ള് നമുക്ക് നേരത്തെ ഇവിടുന്ന് കാണാൻ പറ്റിയ സംഭവം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് കോട, തണുപ്പായി, നല്ല തണുപ്പായി. കഴിച്ച് നമ്മളെ വണ്ടി അവിടെയുണ്ട്. ആ വണ്ടി നേരെ കൊണ്ടുപോയി ഇവിടെ വെക്കണം. നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഓക്കെ, അവിടെ ഒരു വലിയൊരു വ്യൂ പോയിൻ്റ് സ്റ്റെപ്പ് പോലെ ആക്കിയിട്ട് സംഭവം ഉണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇന്ന്. 2 ആൾ ക്യാമ്പ് ഇട്ടിട്ട് ഇവിടെ 2 ക്യാമ്പ് ഇടേണ്ട സ്ഥലമുണ്ട് ഇവിടെ ഗൈസ്. നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ള സെറ്റപ്പ് കാണിച്ചു തരാം. ഷൂ, ചെപ്പൽ, ജെൽ സീറ്റ്, റെയിൻകോട്ട്, പിന്നെ നമ്മളെ ഗാഡ്ജറ്റ്സിൻ്റെ ബാഗ്, നമ്മളെ പാൻറ്റ് കൂടെ ആറിയിട്ടിട്ടുണ്ട്. ഇന്നത്തെ പാൻറ്റാണ്. പിന്നെ നമ്മുടെ ബാഗ്, ഹെൽമെറ്റ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ട്. പിരിക്കേണ്ടതൊക്കെ ഉണ്ട്. ഇത് അവിടെ ഉണ്ട്. പിന്നെ കോട്ടുണ്ട്. ഇവിടുത്തെ പുറത്തുള്ള വ്യൂ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ വെയിറ്റ് ചെയ്തോളാം. ഉണ്ടോ നമ്മളെ വണ്ടി അവിടെയുണ്ട്. മറ്റേ ബ്രോയിൻ്റെ വണ്ടി ഇവിടെയുണ്ട്. ഇതുണ്ടോ ഫുള്ള് ഫോഗാണ്. ഈ ബ്രോ ഇപ്പുറത്ത് ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. ആ ബ്രോ അപ്പുറത്ത് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പുറത്ത് അടിച്ച്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഗൈസ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ടെൻറ്റിൻ്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ കിട്ടില്ല വ്യൂ ഒക്കെ ആയിട്ട് വരില്ല. നമ്മുടെ ടെൻറ്റ് അവിടെയായിട്ട് ടെൻ്റ് ഉണ്ട്. അവിടുത്തെ തുറക്കുമ്പോൾ ഇല്ല വ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മളെ തുറന്നു കഴിഞ്ഞാൽ വ്യൂ ഗൈസ്. ഇപ്പം ഈ സ്ഥലം നോക്കിയേ, ഫോഗൊക്കെ പോയി. ഇപ്പം നോക്കിയ സ്ഥലം മൊത്തം ഫുള്ള് കാണാൻ പറ്റും. മൊത്തം ഇതുണ്ടോ, അവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റും. മൊത്തം സിറ്റി മൊത്തം കാണാൻ പറ്റും. ഇതുണ്ടോ, പിന്നെ ഫോഗ് വരുന്നുണ്ടോ, ഇതുണ്ടോ, പിന്നെ ഫോഗ് വരുന്നുണ്ടോ. എന്താ പറയുക അല്ലേ ഗൈസ്. ഇവിടെ ടെൻ്റ് ഉണ്ട്. നമ്മൾ ഇത്ര സമയം വർത്താനം പറഞ്ഞിരിക്കുവാണ്. വണ്ടിയൊക്കെ ഇവിടെ. ഇപ്പോഴത്തെ വ്യൂ ഉണ്ടോ, ഇതുണ്ടോ, പാറിപ്പോവാ. നമ്മളെന്തെങ്കിലും ചെയ്യാണ്ടെന്നായി ഗൈസ്. നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ ഇതാണ്. ഒരു ചെറിയൊരു പോയിൻ്റ് പോലെ കയറിയിട്ട് അവിടുന്ന് വ്യൂ എന്താ സ്റ്റെപ്പ് കയറാം. നല്ല വ്യൂ ഉണ്ടാവും. ആണ് ഇവിടുത്തെ വ്യൂ. ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, ചെറിയ വില്ലേജ്. ഇതാണ് സെറ്റപ്പ് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നാളെയും മറ്റന്നാളായിട്ട് ഇതിലും അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട്. കൊള്ളി ഹിൽസ് പോകുന്നുണ്ട്, തഞ്ചാവൂർ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എല്ലാം സപ്പോർട്ട് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ കാര്യം കിട്ടുമെന്നാലേ. ഗൈസ് നമ്മൾ ടെൻ്റ് അടിച്ചത് അവിടെയാണ്. അവിടെ നമ്മൾ പോയി ഫുഡ് കഴിച്ച്. മീറ്റ് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അവിടെ 5 പൈസക്ക് ഫുഡ് കൊള്ളില്ല, പൈസയും കൂടുതലാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പവർ ബാങ്കൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നെയാണ്. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ഇതാണ്. നമ്മൾ നേരത്തെ നോക്കിയ ആ ചെറിയ വില്ലേജ് അല്ലേ, അതാണിത്. ഓക്കെ, ഇനി അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം കണ്ടോ, ഫുൾ സിറ്റി. കൈ വറക്കുന്നുണ്ടോ, നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് ഈ ഒരു വ്യൂ കാണിക്കാൻ മാത്രം വന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:10